കരിയർ അമിഗോ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ആർമി AC സെൻറ്റർ സൗത്ത് ഗ്രൂപ്പ് സി സിവിലിയൻ റിക്രൂട്ട്മെൻറ്റ് 2024 ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവിധമായിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായിട്ട് ചാനലിലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, AC സെൻറ്റർ സൗത്ത് ടു ATC ആണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ ദ ഫോളോയിങ് പോസ്റ്റ് ഫ്രം citizen of India who is fulfilling the requisite qualifications or specifications as mentioned below on plain paper duly typed or neatly handwritten in the prescribed format only. അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ഓഫ്ലൈൻ ആയിട്ടാണ്. അതിൻ്റെ ഫോർമാറ്റ്, ആപ്ലിക്കേഷൻ്റെ ഫോർമാറ്റ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനോടൊപ്പം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പോസ്റ്റ് വഴി ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷയോടൊപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണ്ടുന്നത് എന്നൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു അപേക്ഷ ഓഫ്ലൈനായിട്ട് അയക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത്, പോസ്റ്റ് വഴി അയക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് ദി പ്രിസൈഡിംഗ് ഓഫീസർ, സിവിലിയൻ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, CHQ AC സെൻറ്റർ സൗത്ത് 2ATC ആഗ്രാം പോസ്റ്റ് ബാംഗ്ലൂർ 7 എന്ന് പറയുന്ന അഡ്രസ്സിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ പോസ്റ്റുകളാണ്, അതോടൊപ്പം തന്നെ അതിൻ്റെ പേ ലെവൽ, അതോടൊപ്പം തന്നെ എത്ര വേക്കൻസീസ് ഉണ്ട്, കാറ്റഗറി വൈസ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ആദ്യത്തെ കുറച്ച് പോസ്റ്റുകൾ എക്സ് സർവീസ്മാനിന് വേണ്ടി റിസർവ്ഡ് ആണ്. അതായത് കുക്ക് പേ ലെവൽ 2 വരുന്ന പോസ്റ്റാണ്. അതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസീസ് 3 വേക്കൻസീസ് ആണ്. അത് എക്സ് സർവീസ്മാൻ, അതായത് STയിൽ വരുന്ന 2 എക്സ് സർവീസ്മാനിന് അത് റിസർവ്ഡ് ആണ്. അതോടൊപ്പം തന്നെ OBC 1 എക്സ് സർവീസ്മാൻ. അതായത് ഈ ആദ്യത്തെ കുറച്ച് പോസ്റ്റുകൾ എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. ഇവിടെ രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് സിവിലിയൻ കാറ്റഗറി ഇൻസ്ട്രക്ടർ ഓൺലി ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. അതും ഇതുപോലെ പേ ലെവൽ 2 വരുന്ന പോസ്റ്റാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 3 ആണ്. പക്ഷേ അതിൽ SC കാറ്റഗറിക്ക് ഒരു എക്സ് സർവീസ്മാൻ വേണ്ടി റിസർവ്ഡ് ആണ്. പക്ഷേ 2 EWS കാറ്റഗറി ജനറൽ EWSന് വേണ്ടി റിസർവ്ഡ് ആണ്. അവിടെ EWS എക്സ് സർവീസ്മാൻ്റെ കാറ്റഗറി ബാധകമല്ല. ഇനി MTS ചൗക്കീദാർ ആകെ 2 വേക്കൻസീസ് ആണുള്ളത്. ട്രേഡ്സ്മാൻ മേറ്റ് ലേബർ ഓൺലി ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് 8 വേക്കൻസി ആണുള്ളത്. വെഹിക്കിൾ മെക്കാനിക് അതും 1 വേക്കൻസി. സിവിലിയൻ മോട്ടോർ ഡ്രൈവർ 9 വേക്കൻസീസ്. ക്ലീനർ 4 വേക്കൻസീസ്. പക്ഷേ ഈ പറയുന്ന പോസ്റ്റുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ എക്സ് സർവീസ്മാനിന് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പോസ്റ്റ് എന്ന് പറയുന്നത് ലീഡിംഗ് ഫയർമാൻ ആണ്. മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ലെവൽ 3 വരുന്ന പോസ്റ്റാണ്. ആകെ 1 വേക്കൻസിയാണുള്ളത്. അത് OBC കാറ്റഗറിക്ക് അത് റിസർവ്ഡ് ആണ്. ഓക്കെ, ഇനിയുള്ളത് ഫയർമാൻ. അതും ഇതേപോലെ ഓൺലി ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആകെ 30 വേക്കൻസീസ് ആണുള്ളത്. പേ ലെവൽ 2 വരുന്ന പോസ്റ്റാണ്. അൺറിസർവ്ഡ് 15 വേക്കൻസീസ് ആണുള്ളത്. SC 3, ST 1, OBC 8, EWS 3, അങ്ങനെ ആകെ 30 വേക്കൻസീസ് ആണുള്ളത്. ഇനി അടുത്തായിട്ടുള്ളത് ഫയർ എൻജിൻ ഡ്രൈവർ. അതും ഇതേപോലെ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. 3 പേ ലെവൽ 3 വരുന്ന പോസ്റ്റാണ്. ആകെ 10 വേക്കൻസിയാണുള്ളത്. അൺറിസർവ്ഡ് 2, SC 3, ST 2, OBC 2, EWS 1 എന്നിങ്ങനെയാണ് വേക്കൻസിയുടെ കാറ്റഗറി വൈസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ആകെ എല്ലാ പോസ്റ്റിലും കൂടെ ചേർത്തിട്ട് 71 വേക്കൻസീസ് ആണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാറ്റഗറി വൈസ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ സെൻറ്റേഴ്സിലും, അതായത് AC സെൻറ്റർ സൗത്ത് 2ATC കൺട്രി വരുന്ന ഓരോ പോസ്റ്റും അതിൻ്റെ ആയിട്ടുള്ള ഓരോ സ്റ്റേഷനിലും എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ പോസ്റ്റ് വേണ്ടുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. കുക്കിന് വേണ്ടുന്നത് മെട്രിക്കുലേഷൻ ഓർ ഇക്വലൻറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ്, മസ്റ്റ് ഹാവ് നോളജ് ഓഫ് ഇന്ത്യൻ കുക്കിംഗ് ആൻഡ് പ്രൊഫഷ്യൻസി ഇൻ ട്രേഡ്. അതോടൊപ്പം തന്നെ ഡിസേബിൾ ടു ഹാവ് 1 year എക്സ്പീരിയൻസ് ഇൻ ട്രേഡ്. അതോടൊപ്പം തന്നെ ഓരോ പോസ്റ്റും അതിൻ്റേതായിട്ടുള്ള എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ഇതിന് വേണ്ടുന്നത് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് എല്ലാം തന്നെ ഇതിനകത്ത് ഉറപ്പുവരുത്തുക അപേക്ഷിക്കുന്നതിന് മുന്നിട്ടായിട്ട്.
അതോടൊപ്പം തന്നെ ചില പോസ്റ്റുകൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് അതോടൊപ്പം തന്നെ എൻഡ്യൂറൻസ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ പോസ്റ്റിൻ്റെയും ഏജ് ലിമിറ്റാണ്. അത് നിങ്ങൾക്കിവിടെ കിട്ടുന്നതായിരിക്കും. അതായത് ഈ പറഞ്ഞ CCI, അതോടൊപ്പം തന്നെ കുക്ക്, ക്ലീനർ, FED, ഫയർമാൻ, ലീഡിംഗ് ഫയർമാൻ മുതലായിട്ടുള്ള പോസ്റ്റുകളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 25 വയസ്സാണ്. സിവിലിയൻ മോട്ടോർ ഡ്രൈവറിന് 18 മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റ് SC, ST, OBC പോലെയുള്ള കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ പബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് 21 ദിവസത്തിന് മുന്നിട്ടായിട്ട് വേണം നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ, അതോടൊപ്പം തന്നെ സിലബസ്, പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4, ടൈം ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ, അതോടൊപ്പം തന്നെ ഓരോ സെഷനിൽ എത്ര ക്വസ്റ്റ്യൻസ്, മാർക്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എക്സാമിൻ്റെ സിലബസും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഒപ്പം നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ ടു ദ ആപ്ലിക്കൻസ്, ആപ്ലിക്കേഷൻ എങ്ങനെ വേണം സമർപ്പിക്കാൻ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് മുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.